മൈക്രോസോഫ്റ്റ് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലുണ്ടായ തകരാർ ലോകമാകെ വിവിധ മേഖലകളിലെ പ്രവർത്തനങ്ങളെ സാരമായി ബാധിച്ചു. ബാങ്കിംഗ് മേഖല, വിമാന സർവീസ് തുടങ്ങിയവയിൽ തടസ്സങ്ങൾ നേരിട്ടു. യുഎഇയിലും ബ്ലൂ സ്ക്രീൻ ഓഫ് ഡെത്ത് ബാധിച്ചു. വിമാനത്താവളത്തിലെ ചെക്ക് ഇൻ പ്രവർത്തനങ്ങളും നിലച്ചു. ഇത്തിഹാദ്, എമിറേറ്റ്സ് വിമാനങ്ങൾ വൈകുമെന്ന് അധികൃതർ അറിയിച്ചു. മസ്കത്തിൽ അമിറാത്ത് വിലായത്തിൽ പുതിയ ഗാർഡൻ നിർമ്മിക്കാൻ മസ്കത്ത് നഗരസഭ. മദീനത്ത് അൽ നഹ്ദയിൽ ഒരുക്കുന്ന പദ്ധതി രൂപരേഖ നഗരസഭ പുറത്തുവിട്ടു. കുട്ടികളുടെ കളിസ്ഥലം, നടപ്പാത, മിനി ഫുട്ബോൾ സ്റ്റേഡിയം, ഇരിപ്പിടങ്ങൾ തുടങ്ങിയവ ഉൾപ്പെടുന്നതാണ് പദ്ധതി. പാരീസ് ഒളിമ്പിക്സിനോടനുബന്ധിച്ചുള്ള പ്രദർശനത്തിൽ അപൂർവ ശേഖരവുമായി ഖത്തർ. പാരീസിൽ ജൂലൈ 30 മുതൽ ഓഗസ്റ്റ് 25 വരെയാണ് പ്രദർശനം. മുൻകാല ഒളിമ്പിക്സ് നേട്ടങ്ങളുടെ അപൂർവ ശേഖരങ്ങൾ ഉൾപ്പെടെ 19,000-ലധികം വസ്തുക്കൾ മ്യൂസിയത്തിലുണ്ടെന്നും ഒളിമ്പിക്സ് ആൻഡ് സ്പോർട്സ് മ്യൂസിയം മേധാവി വ്യക്തമാക്കി. കുവൈറ്റിലെ ദുർറ വാതക പാടത്ത് ഡ്രില്ലിംഗും നിർമ്മാണ പ്രവർത്തനങ്ങളും ആരംഭിക്കുമെന്ന് അധികൃതർ. എഞ്ചിനീയറിംഗ് പഠനം പൂർത്തീകരിച്ച ശേഷമാണ് കുവൈത്ത് പെട്രോളിയം കോർപ്പറേഷൻ സിഇഒ ഷെയ്ഖ് നവാഫ് അൽ സൗദ് ഇക്കാര്യം വ്യക്തമാക്കിയത്. 2024 അവസാനത്തോടെ പ്രതിദിനം 3.2 ദശലക്ഷം ബാരൽ എണ്ണ ഉൽപാദന ശേഷി കൈവരിക്കുകയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കുവൈത്തിൽ പഴയ കറൻസി മാറ്റി പകരം പുതിയത് സ്വീകരിക്കാനുള്ള സമയദൈർഘ്യം നീട്ടി കുവൈത്ത് സെൻട്രൽ ബാങ്ക്. 2025 ഏപ്രിൽ 18 വരെ പൊതുജനങ്ങൾക്ക് ഈ സൗകര്യം ഉപയോഗപ്പെടുത്താൻ സാധിക്കും. ഇസ്രായേലിന്റെ തലസ്ഥാനമായ ടെൽ-അവീവിൽ ഹൂതി ഡ്രോൺ ആക്രമണം നടത്തി. ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു, 10 പേർക്ക് പരിക്കേറ്റു. ഇസ്രായേലിലെ US എംബസിക്ക് സമീപമാണ് ആക്രമണം നടന്നത്. ആക്രമണത്തിന് പിന്നാലെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അന്വേഷണത്തിന് ഉത്തരവിട്ടു. അബുദാബി KMCCയുടെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് 8 ഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന ഡയസ്പോറ സബ്മിറ്റിന്റെ പ്രചാരണ കൺവെൻഷൻ ശനിയാഴ്ച രാത്രി 7:30 അബുദാബി ഇന്ത്യൻ ഇസ്ലാമിക് സെന്ററിൽ നടക്കും. അബുദാബിയിലെ വിവിധ സംഘടനാ പ്രതിനിധികൾ കൺവെൻഷനിൽ പങ്കെടുക്കും. കർണാടകയിലെ ഷിരൂരിൽ ദേശീയപാതയിലുണ്ടായ വൻ മണ്ണിടിച്ചിലിൽ അപകടത്തിൽപ്പെട്ട കോഴിക്കോട് സ്വദേശിയായ ലോറി ഡ്രൈവർ അർജുനെ കണ്ടെത്താനുള്ള രക്ഷാപ്രവർത്തനം ഊർജിതമായി തുടരുന്നു. ലോറി മണ്ണിനടിയിൽ തന്നെ ഉണ്ടെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. മണ്ണ് നീക്കം ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ തുടരുകയാണ്. അതേസമയം ശക്തമായ മഴയും പ്രതികൂല കാലാവസ്ഥയും വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്.